സർവത്ര ദേവീ നാമസങ്കീർത്തനം മഹാദേവ്യൈ നമഃ. ജ്ഞാനമർത്ഥിച്ചു നിൽക്കുന്നൊരായിരം ദീപനാളപ്രഭയിലെ ജ്യോതിയായി വാഴുമംബികേ ദേവി സരസ്വതി കൈതൊഴുന്നിതാ ഞങ്ങൾ കനിയണേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ്ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. നവമസ്കന്ധം 6-ാമത്തെ അധ്യായം വരെയുള്ള ഭാഗങ്ങളാണ് ഇന്നലെ അവലോകനം ചെയ്ത് നിർത്തിയത്. ലക്ഷ്മി, ഗംഗ, സരസ്വതി എന്നിവരെ പരസ്പരം ശാപപ്രതിശാപങ്ങളെല്ലാം ചെയ്ത് മഹാവിഷ്ണു വന്നപ്പോൾ ആ വിവരങ്ങളെല്ലാം അറിഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്നതായിട്ടുള്ള ഭാഗങ്ങളെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അടുത്തതായിട്ട് 7ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ ലക്ഷ്മി ഗംഗാദേവിമാർക്ക് ലഭിച്ച ഈ ശാപത്തിനെയാണ് ഇവിടെ നാരായണ ഋഷി പറയാൻ തുടങ്ങുന്നത്. ശ്രീനാരായണ ഉവാച ഇത്യുക്ത്വാ ജഗദാംനാഥോ വിരരാമജ നാരദ അതീവരുരുദുർദിവ്യ സമാലിംഗ്യ പരസ്പരം. ഹേ നാരദരെ, ജഗന്നാഥനായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു ഇങ്ങനെ പറഞ്ഞു നിർത്തിയപ്പോൾ ഈ 3 ദേവിമാരും പരസ്പരം ആശ്ലേഷിച്ചു, പൊട്ടിക്കരഞ്ഞു. അവരെല്ലാം അപ്പോൾ ഭയപ്പെട്ട് വിറച്ച ദുഃഖത്തോടെ കണ്ണീരൊഴുക്കിക്കൊണ്ട് ഭഗവാനെ നോക്കി ഓരോരുത്തരായിട്ട് ഭഗവാനോട് പറയുന്നതാണ്. 3 പേരും. ആദ്യം സരസ്വതി ദേവിയാണ് പറയണത്. ഹേ നാഥ, ദുഷിച്ച ഈ ജന്മം മുഴുവൻ അനുഭവിക്കേണ്ട ശാപത്തിൽ നിന്ന് എനിക്ക് മോക്ഷം നൽകണം. ഉത്തമനായിട്ടുള്ള ഭർത്താവ് പരിത്യജിച്ചാൽ പിന്നെ ആ സ്ത്രീക്ക് എന്തിനാ ജീവിക്കേണ്ടത്? യോഗത്താൽ ഞാൻ എന്റെ ശരീരം ഭാരതത്തിൽ ഉപേക്ഷിക്കും എന്നുള്ളത് തീർച്ചയാണ്. അങ്ങയ്ക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയൂ എന്ന് ഭഗവാനെ നമസ്കരിച്ചു. ഗംഗാദേവി പറഞ്ഞു, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അങ്ങ് എന്നെ കൈവിടിഞ്ഞത്? ഞാൻ എന്റെ ഈ ശരീരം ഉപേക്ഷിക്കും. ഒരു പാപവും ചെയ്യാത്തവളെ കൊന്ന പാപം അങ്ങയ്ക്ക് അനുഭവിക്കേണ്ടി വരും. നിർദോഷയായിട്ടുള്ള ഒരു കാമിനിയെ ഉപേക്ഷിക്കുന്ന മനുഷ്യന് ഘോരമായ നരകത്തിലേക്ക് പോകേണ്ടി വരും. സർവേശ്വരനാണെങ്കിലും അത് കൂടാതെ കഴിയില്ല എന്നാ ഗംഗ പറയണത്. പറയാനുള്ള കാരണം ഭഗവാൻ പറഞ്ഞില്ലേ, നിങ്ങൾ 3 പേരും ഒരേ സ്ഥലത്തിരുന്നാല് തമ്മില് ഇനിയും വഴക്കം വക്കാണവും തന്നെയൊക്കെ ആവും, ഈ ശാപവും പ്രതിശാപവും ഒക്കെ. അതുകൊണ്ട് 3 പേരും ഒരുമിച്ച് ഒരു സ്ഥലത്തിരിക്കാൻ കഴിയില്ല. ലക്ഷ്മി എന്റെ കൂടെ ഇരുന്നോട്ടെ, സരസ്വതി ബ്രഹ്മാവിന്റെ കൂടെ പോകട്ടെ, ഗംഗ മഹാദേവന്റെ അടുത്തേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതിനാ പറയുന്നത് ഇവിടെ, ഞാനിപ്പോ എന്ത് പാപാ ചെയ്തത് എന്ന് ഗംഗ ചോദിക്കണോ. അത് കഴിഞ്ഞ് പിന്നെ പറയുന്നത് ലക്ഷ്മീദേവിയാണ്. ഹേ നാഥ, സത്വസ്വരൂപനായ അങ്ങയ്ക്ക് ഈ കോപം എങ്ങനെ ഉണ്ടായി? ഈ 2 ഭാര്യമാരോടും അങ്ങ് കരുണ കാട്ടണം. സജ്ജനങ്ങൾക്ക് ക്ഷമയാണല്ലോ ഭൂഷണമായിട്ടുള്ളത്. കാലാംശം കൊണ്ട് ഈ ശാപം കാരണം ഞാൻ ഭാരതത്തിലേക്ക് പോയിക്കൊള്ളാം. എത്ര കാലം എനിക്ക് അവിടെ കഴിയണം എനിക്ക് എന്ന് വീണ്ടും അങ്ങയുടെ പാദം ദർശിക്കാൻ കഴിയും. മുങ്ങിക്കുളിച്ച് പാപികളെല്ലാം പാപമെല്ലാം അപ്പോൾ തന്നെ എനിക്ക് തരും. ആ പാപങ്ങളിൽ നിന്നെല്ലാം മുക്തിയായിട്ട് എനിക്ക് എങ്ങനെ അങ്ങയുടെ അടുത്തെത്താൻ കഴിയും? കാരണം എല്ലാവരും പാപം ഗംഗയിലോ സരസ്വതിയിലോ ഒക്കെ ചെന്ന് മുങ്ങി, ആ പാപം അവിടെ മുങ്ങി അവരുടെ പാപം തീരും. പക്ഷെ ആ പാപം ഏറ്റുവാങ്ങുന്നതായിട്ടുള്ള ഗംഗയ്ക്കും സരസ്വതിക്കും ഒക്കെ ആ പാപഭാരം ചുമക്കണ്ടേ? അതാ അവിടെ പറയണത്. കാലാംശത്താൽ തുളസിയായും ധർമ്മധ്വജസ്തുതിയായും ഭൂമിയിൽ ജീവിച്ചിട്ട് ഹേ ഭഗവാനെ, എന്ന് എനിക്ക് അങ്ങയുടെ പാദാംബുജം പ്രാപിക്കാൻ കഴിയും. അങ്ങയുടെ അധിഷ്ഠാതൃദേവതയായ വൃക്ഷമായിട്ട് ഞാൻ ശാപം
കിട്ടിയ മാതിരി ഞാൻ ഇരിക്കാം. പക്ഷേ എപ്പോഴാണ് എന്നെ ഉദ്ധരിക്കുക അതും കൂടി എന്നോട് പറയണം. ഗംഗാ സരസ്വതി ശാപം മൂലം ഭാരതത്തിലേക്ക് പോകുന്നുവെങ്കിൽ ശാപവിമുക്തിയും പാപനിർമുക്തിയുമായിട്ട് അവൾക്ക് എന്ന് അങ്ങയെ പ്രാപിക്കാൻ ഇടയാകും. അവർക്ക് ഗംഗയുടെ ശാപത്താൽ ഭാരതത്തിലേക്ക് പോകുന്ന പക്ഷം സരസ്വതിക്ക് എന്ന് ശാപമുക്തമുണ്ടായിട്ട് അങ്ങയുടെ പാദത്തിൽ പ്രാപിക്കാൻ കഴിയും. സരസ്വതിയോട് ബ്രഹ്മലോകത്തേക്കും ഗംഗയോട് ശിവലോകത്തേക്കും പോകാൻ അങ്ങ് ഇപ്പോൾ കൽപ്പിച്ചു. ആ വാക്ക് അങ്ങ് ഉപേക്ഷിക്കണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മീദേവിയും തന്റെ നാഥന്റെ മഹാവിഷ്ണുവിന്റെ കാല് പിടിച്ച് നമസ്കരിച്ചു. എന്തായാലും ഭക്താനുഗ്രഹനായിട്ടുള്ള ഭഗവാൻ അപ്പോഴ് ലക്ഷ്മീദേവിയെ തന്റെ മാറോട് ചേർത്ത് പുണർന്ന് പ്രസന്നമുഖനായി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു ഭഗവാൻ, ത്വദ്വാക്യമാചരിഷ്യാമി സ്വവാക്യം ച സുരേശ്വരീ സമതാം ച കരിഷ്യാമി ശൃണുത്വം കമലേക്ഷണേ. നിന്റെ വാക്കും എന്റെ വാക്കും ഞാൻ പാലിക്കുന്നുണ്ട്. രണ്ടും ഒപ്പം നിറവേറ്റാം. അത് എങ്ങനെയാണ് എന്ന് പറയാം, കേട്ടോളൂ. സരസ്വതി സ്വകലാംശം കൊണ്ട് ഭൂമിയിൽ നദിയായി ഇരിക്കട്ടെ. അർദ്ധാംശത്താൽ ബ്രഹ്മ സദനത്തിലും പൂർണാംശം കൊണ്ട് എന്റെ ഗൃഹത്തിലും ഇരിക്കട്ടെ. 3 ലോകവും ശുദ്ധമാക്കാൻ ഭഗീരഥൻ ഭൂമിയിലേക്ക് ഗംഗയെ കൊണ്ടുപോകും. അപ്പോൾ ഗംഗ പൂർണാംശം കൊണ്ട് ഇവിടെയും ഇരിക്കട്ടെ. ചന്ദ്രശേഖരന്റെ സുദുർലഭമായിട്ടുള്ള മൗലിയിൽ എത്തിയിട്ട് സ്വഭാവേന തന്നെ ശുദ്ധയായ അവൾ അത്യന്തം പരിശുദ്ധയായിത്തീരും. ഹേ ലക്ഷ്മി, നീ കലാംശത്തിന്റെ അംശത്താൽ ഭാരതത്തിലേക്ക് പോകുക. അവിടെ പത്മാവതി നദിയും തുളസി വൃക്ഷവുമായി തീരുക. കലിയുഗത്തിൽ 5000 വർഷം കഴിയുമ്പോൾ നദികളായി തീർന്ന നിങ്ങൾക്ക് മുക്തി ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്റെ ഗൃഹത്തിൽ എത്തിച്ചേരാം. ദേഹമുള്ളവർക്കെല്ലാം ആപത്ത് എന്ന് പറയുന്നത് സമ്പത്തിന് കാരണമാണ്. അതുകൊണ്ട് ലക്ഷ്മി, വിപത്തു കൂടാതെ ആർക്കെങ്കിലും മഹത്വം ഇതുവരെ കൈവന്നിട്ടുണ്ടോ? എന്റെ മന്ത്രോപാസകരും സജ്ജനങ്ങളും മുങ്ങിക്കുളിക്കുന്നതുകൊണ്ട് ദർശന സ്പർശനാദികൾ കൊണ്ട് പാപത്തിൽ നിന്നും നിങ്ങൾ മുക്തരാകും. അപ്പൊ ഈ പാപമൊക്കെ എല്ലാവരും പാപികൾ വന്ന് കുളിച്ച് പാപമൊക്കെ കഴുകിയാൽ ആ പാപഭാരം ചുമക്കണ്ടേ എന്നുള്ളതിന് നിവാരണമാ പറഞ്ഞത്. പാപികൾ മാത്രമല്ലല്ലോ, ഭക്തരും മഹാത്മാക്കളും ജ്ഞാനികളും ഒക്കെ ആ നദിയിൽ സ്നാനം ചെയ്യൂലോ. അപ്പോ അവരുടെ സ്പർശനം കൊണ്ട് അവർ സ്നാനം ചെയ്യുമ്പോഴുള്ള അവരുടെ ആ സ്പർശനം കൊണ്ട് ആ പാപത്തിൽ നിന്നെല്ലാം നിങ്ങൾ മുക്തരായിത്തീരും എന്ന് പറയാണ്. ഭൂമിയിൽ അസംഖ്യം തീർത്ഥങ്ങളുണ്ടല്ലോ, അവയെല്ലാം എന്റെ ഭക്തന്മാരുടെ ദർശന സ്പർശനങ്ങൾ കൊണ്ട് പരിശുദ്ധങ്ങളായിത്തീരും. അതേമാതിരി തന്നെ ധാരാളം ഭക്തന്മാരെന്റെ ഭാരതത്തിൽ വസിക്കുന്നുണ്ട്. പവിത്രമായിട്ടുള്ള ആ ഭൂമിയെ സുപവിത്രമാക്കുന്നതിനും കരകയറ്റുന്നതിനുമായിട്ടാണ് അവർ അവിടെ താമസിക്കുന്നത്. എന്റെ ഭക്തന്മാര് എവിടെയുണ്ടോ പാദം കഴുകുന്നുവോ അവിടം അത്യന്തം പവിത്രമായ മഹാതീർത്ഥമായി തീരും എന്നത് തീർച്ചയാണ്. അതുകൊണ്ട് സ്ത്രീഹത്യ ചെയ്തവനും ഗോഹത്യ ചെയ്തവനും കൃതജ്ഞനും ബ്രഹ്മഹത്യ ചെയ്തവനും ഗുരുപത്നിയെ പ്രാപിച്ചവനും എന്റെ ഭക്തരെ കാണുകയും തൊടുകയും ചെയ്താൽ പരിശുദ്ധരാകുന്നു. ഏകാദശി വ്രതം അനുഷ്ഠിക്കാത്തവനും സന്ധ്യാവന്ദനാദികൾ ചെയ്യാത്തവനും നിരീശ്വരവാദിയും കൊലപാതകിയും എന്റെ ഭക്തന്മാരെ സ്പർശിക്കുകയും ദർശിക്കുകയും ചെയ്താൽ പരിശുദ്ധമായി തീരണു. വാള് ഏന്തുകയും മഷി നോക്കുകയും അലക്കുകയും ഗ്രാമം തോറും യാചിക്കുകയും കാളപ്പുറത്തേറി നടക്കുകയും ചെയ്യുന്ന ബ്രാഹ്മണൻ എന്റെ ഭക്തരെ സ്പർശിക്കുകയും ദർശിക്കുകയും ചെയ്താൽ അവരും പരിശുദ്ധമായി തീരുന്നുണ്ട്. വിശ്വാസവഞ്ചകര്, മിത്രങ്ങളെ ദ്രോഹിക്കുന്നവര്, കള്ളസാക്ഷി പറയുന്നവര്,
നിധികൾ അപഹരിക്കുന്നവരെ ഇവരൊക്കെ എന്റെ ഭക്തന്മാരുടെ ദർശന സ്പർശനം കൊണ്ട് പരിശുദ്ധരായിത്തീരുന്നുണ്ട്. അതിഭയങ്കരനും മനുഷ്യദ്വേഷിയും ജാരനും വേശ്യാവതിയും ദാസീപുത്രനും എന്റെ ഭക്തന്മാരുടെ സ്പർശന ദർശനാദികളെ കൊണ്ട് പരിശുദ്ധരായിത്തീരും എന്നെല്ലാം ഇവിടെ മഹാവിഷ്ണു പറയുന്നു. ഇനിയും തന്റെ വാക്യങ്ങളെ ഭഗവാൻ തുടരുന്നുണ്ട്. സമയം കഴിഞ്ഞിരിക്കുക കാരണം കൊണ്ട് നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്ന് ഇവിടെ തന്നെ നിർത്തുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ശ്രീ മഹാദേവ്യേ നമഃ, ശ്രീ ഹരയേ നമഃ.